ഹലോ ബഡീസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നബിദിനം ഡേ വ്ളോഗാണ്. ആക്ച്വലി നമ്മൾ നബിദിനത്തിൻ്റെ റാലിക്കൊക്കെ നല്ലപോലെ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ രാവിലെ മുതലേ ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നതുകൊണ്ട് റാലി ക്യാൻസൽ ചെയ്തു ഗൈസ്. കുറേ സ്ഥലത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേസ് നമുക്ക് നബിദിനത്തിൻ്റെ അന്ന് റാലി ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ഗോയിങ് ലൈക്ക് എ നോർമൽ ഡേ. ഇന്ന് രാവിലെ ഭൂരിയായിരുന്നു ആൻഡ് ഇറ്റ് വെൻറ്റ് ഔട്ട് സോ പെർഫെക്റ്റ്ലി ആൻഡ് സോ ടേസ്റ്റി ആയിരുന്നു. രാവിലെ തന്നെ ഒരു സെക്ഷൻ പഠിക്കാൻ ഇരുന്നു കേട്ടോ. ആക്ച്വലി രാവിലെ തന്നെ നമ്മൾ പഠിക്കാൻ ഇരുന്നാലുള്ളൂ പിന്നെ വൈകുന്നേരത്തേക്കും അതിൻ്റെ ബാക്കി ചെയ്യണമെന്ന് തോന്നത്തുള്ളൂ. പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മോഡ് തന്നെ പോവും. പിന്നെ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ മോഡിലോട്ട് വരും. അന്നത്തെ പഠിത്തം നടക്കുകയില്ല. ഞങ്ങളുടെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കഫേ സെറ്റപ്പ് ഉണ്ട്. അവിടേക്കുള്ള സ്നാക്കൊക്കെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പോക്കറ്റ് ഷവർമ, അതേപോലെ തന്നെ കൽത്തപ്പം ഒക്കെ ഉമ്മാൻ്റെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. മദർ ഇൻ ലോൻ്റെ സ്പെഷ്യലാണ്. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കൂടി കൊടുക്കുകയാണ് ചെയ്യലല്ലോ കേട്ടോ. പിന്നെ പോക്കറ്റ് ഷവർമയ്ക്കുള്ള മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ആദ്യം ഇതിനേക്കാൾ സ്നാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ കുറയുന്നതിനനുസരിച്ചിട്ട് പിന്നെ സ്നാക്കും കുറഞ്ഞു വന്ന് പിന്നെ മുട്ട ബജി, അതുപോലെ തന്നെ കാടമുട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഏകദേശം മെയിനായിട്ടുള്ളത്. എനിവേസ് ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ കൂടിക്കൊടുക്കൽ കുറവാണ്, കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇക്കടെ വീട്ടിൽ പോയാലും നല്ലപോലെ നന്നായിട്ട് നോക്കണം. പഠിത്തത്തിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിൽ കയറാൻ നല്ല പണിയാണ്. അതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ആക്ച്വലി കുറവാണ്. എനിവേസ് ഞാൻ പഠിക്കുന്ന ലോ ആണ് കേട്ടോ. നബിദിനത്തിൻ്റെയും ഓണത്തിൻ്റെയും പൂട്ട് കഴിഞ്ഞാൽ ഉടൻ എക്സാമാണ് ലോൻ്റെ. എൻ്റെ വ്ളോഗ്സ് ആദ്യം കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ സ്ലോ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ എനിക്ക് പഠിച്ചെടുക്കാനുള്ളതിൽ സ്ലോ ആണെന്ന്. ഇപ്പം ഏകദേശം ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഉച്ചക്കത്തേക്ക് പിന്നെ നമുക്ക് നെയ്ച്ചോറും ബീഫും കിട്ടുമല്ലോ. നബിദിനത്തിൻ്റെ ദിവസമാണല്ലോ. അത് ഭയങ്കര രസമാണ്. അല്ലെങ്കിലും ഈ മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചോറിന് ഭയങ്കര ടേസ്റ്റ് ആണല്ലേ. ഈവനിങ് നമ്മൾ മോളുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിയൊക്കെ വേഗം ഒരുക്കുവാണ്. അടിച്ചോരലും തുടയ്ക്കലുമാണ്. പിന്നെ കിച്ചൺ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. സോ അടിച്ചോരി തുടയ്ക്കൽ കഴിഞ്ഞിട്ട് നേരെ കിച്ചൺ സ്ട്രെയിറ്റ് ചെയ്യാൻ പോയി. അത് ഞാനും മദറിലോ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്തത്. ആക്ച്വലി ഇതാണ് ഏറ്റവും ഭാരിച്ച പണി. കാരണം നോർമലി ഒരു കിച്ചണിൽ തന്നെ എത്രത്തോളം പ്രശ്നങ്ങളും കച്ചറ ഉണ്ടാവുമെന്ന് അറിയില്ലേ. പക്ഷേ ഇതാവുമ്പോൾ സ്നാക്കും കൂടി ഉണ്ടാക്കുകൊണ്ട് നല്ല കച്ചറ ഉണ്ടാവും. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പണി പകുതിയിലധികം ഒരുങ്ങിയിട്ടോ. എന്തായാലും ഞങ്ങൾ പിന്നെ ഇനി ഒരുങ്ങിയിട്ട് മുടി വെട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളങ്ങനെ മോഡൽ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നോർമലി അവൾ നേരെ ഇരുന്ന് കാണിച്ചു തരലുണ്ട്. ഇപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ പുറത്ത് പോകാന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയാണല്ലോ പ്രമാണം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ പായസം കേക്ക് കണ്ടു കേട്ടോ. വാങ്ങിയൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. എനിവേസ് വേറെ വ്ളോഗായിട്ട് വരാം കേട്ടോ. ബൈ.